നമസ്കാരം. രാജിയുടെ കാര്യം ഒന്നും പറഞ്ഞില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടു. അടിസ്ഥാനപരമായി താനൊരു പാർട്ടി പ്രവർത്തകനാണെന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക് താൻ കാരണം തലകുനിക്കേണ്ടി വരില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. രാഹുലിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയ അവന്തിക എന്ന ട്രാൻസ് വുമണിനെ ഒരു മാധ്യമ പ്രവർത്തകൻ നടത്തിയ സംഭാഷണവും രാഹുൽ പുറത്തുവിടുകയും ചെയ്തു. രാഹുലിനെതിരെ ആരോപണം ഉണ്ടോ എന്നാണ് ആ മാധ്യമ പ്രവർത്തകൻ അവന്തികയോട് ചോദിച്ചത്. അതിൽ അവന്തിക രാഹുലിനെതിരെ ഒരു ആരോപണവും ഇല്ലെന്നാണ് പറയുന്നത്. ഈ ഒരു ഓഡിയോയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 1-നാണ് ഈ ഫോൺ കോൾ ഉണ്ടായത്. ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം എന്ന് പറഞ്ഞാണ് രാഹുൽ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അതേസമയം MLA സ്ഥാനത്ത് നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി അനിവാര്യതയാകുന്നു. പൊതുജീവിതത്തിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ഉചിതമെന്ന സന്ദേശം മാങ്കൂട്ടത്തിലിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് കൈമാറിയിട്ടുണ്ട്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തീരുമാനം എടുക്കരുതെന്നും ആവശ്യപ്പെട്ടു. അടൂരിലെ വീട്ടിൽ സന്ദേശം എത്തിക്കുകയായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ്. സമ്മർദ്ദം ശക്തമാക്കി വനിതാ നേതാക്കളും രംഗത്ത് വന്നു. ഇതോടെ പാലക്കാട്ടെ MLA സ്ഥാന രാജിയിൽ തീരുമാനം ഷാഫി പറമ്പിലും മാങ്കൂട്ടത്തിലും ചേർന്നെടുക്കും. മാങ്കൂട്ടത്തിലിനോട് രാജിവെക്കാൻ ഷാഫിയും നിർദ്ദേശിച്ചേക്കും. എല്ലാ അർത്ഥത്തിലും മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ ഒറ്റപ്പെടുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം തന്നെ രാഹുലിന്റെ രാജിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, ഷാനിമോൾ ഉസ്മാൻ എന്നിവർ നേരത്തെ തന്നെ രാജി ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. തുടക്കത്തിൽ രാഹുലിനെ പിന്തുണച്ചിരുന്ന K മുരളീധരനും ഇപ്പോൾ നിലപാട് മാറ്റി. പരാതികളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി കോൺഗ്രസ് സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി കഴിഞ്ഞു. പരാതിയില്ലാതിരുന്നിട്ടും ആരോപണം ഉയർന്ന് 24 മണിക്കൂറിനകം അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. ഇനി വേണ്ടത് MLA പദവിയിൽ നിന്നുള്ള രാജിയാണ്. രാഹുൽ രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തല തുറന്നു പറഞ്ഞപ്പോൾ രാജിവെക്കേണ്ടതില്ലെന്നായിരുന്നു K മുരളീധരൻ ആദ്യം പറഞ്ഞത്. എന്നാൽ പിന്നീട് ഈ നിലപാട് മാറ്റി. ഇതും മാങ്കൂട്ടത്തിലിന് വിനയായി മാറി. ഒരു നിമിഷം പോലും MLA സ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുത് എന്നാണ് ചെന്നിത്തല പറയുന്നത്. എത്രയും വേഗം രാജിവെപ്പിക്കണം. കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ തന്റെ നിലപാട് KPCC അധ്യക്ഷനെയും AICC നേതൃത്വത്തെയും ചെന്നിത്തല അറിയിച്ചു. രാഹുൽ പദവിയിൽ തുടരുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരുമായുള്ള ചർച്ചയിലാണ് അദ്ദേഹം നിലപാട് അറിയിച്ചത്. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ സാധ്യതകളെ ബാധിക്കുമെന്ന ആശങ്കയാണ് നേതാക്കൾക്കുള്ളത്. അതേസമയം BJP ഇടപെട്ട് അതിവേഗം ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ തിരിച്ചടിയാകുമെന്ന ഭയത്തിൽ രാജി ഒഴിവാക്കുന്നതാണ് ബുദ്ധിയെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം നേതാക്കളും പാർട്ടിയിലുണ്ട്. എന്നാൽ ഇനി ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത തീരെ കുറവാണ്. രാഹുൽ MLA പദവിയിൽ തുടരുന്നതിനോട് മുസ്ലിം ലീഗിനും അതൃപ്തിയുണ്ട്. രാഹുൽ തുടരണോ എന്ന കാര്യം കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് KPA മജീദ് പറഞ്ഞു.